അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ റോബോട്ട് എന്താ ചെയ്യണേ? റോബോട്ടിന് നമ്മളുണ്ടല്ലോ അത് ഉണ്ടാക്കുന്ന സമയത്ത് അവർക്ക് കുറേ സംഗതികൾ നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ടാവും. അവർ ഒരു ഇതും ഇല്ലാണ്ട്, ഒരു വികാരവും ഒരു വിചാരവും ഇല്ലാണ്ട് സെയിം സാധനം തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമുക്ക് ഈ പറയുന്ന വികാരങ്ങളും വിചാരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സെയിം കാര്യങ്ങൾ ഒരു വ്യത്യാസവും ഇല്ലാണ്ട് ഇങ്ങനെ തുടർന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് മടുപ്പ് തോന്നില്ല. പക്ഷെ ഈ പറഞ്ഞ സാധനം നമുക്ക് നല്ല രീതിക്ക് അടിക്കും അല്ലേ? ഈ മടുപ്പിനി മാറ്റാൻ പറ്റില്ലേ? മാറ്റാൻ പറ്റും. നമ്മളതിന് വലിയ സംഗതികളൊന്നും ചെയ്യണ്ട. നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ കൊച്ചു നമ്മളെ കൊണ്ട് പറ്റുന്ന മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തി കഴിഞ്ഞാലുണ്ടല്ലോ, ആ മടുപ്പൊക്കെ നമുക്ക് കുറച്ചൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളെല്ലാവരും ഇപ്പം ഭയങ്കര ഹറിബറി ലൈഫാണ്. ഇങ്ങനെ മുന്നത്തൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ആർക്കും ഒരു സമയമില്ലാണ്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ, എല്ലാ ആൾക്കാരും ഒന്നില്ലെങ്കിൽ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ഭയങ്കര ബോധേഡായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. കറണ്ട് ചെയ്യുന്ന സംഭവം അവർ എൻജോയ് ചെയ്യുന്നില്ല. നമ്മൾ ഈ കുറേയൊക്കെ മടുപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കുഞ്ഞിക്കാര്യം, ഞാനിപ്പം കഴുകി വെള്ളത്തിലിടുക, ആ ചെയ്യുന്ന സംഗതി പോലും നമ്മൾ ആസ്വദിച്ച് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഈ മടുപ്പൊക്കെ നമ്മൾക്ക് മാറ്റാൻ പറ്റും. പക്ഷെ നമ്മൾക്ക് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിൽ നമ്മൾക്ക് പലപ്പോഴും ആ ഒരു സംഭവം പറ്റാറില്ല. അതേപോലെ തന്നെ ഈ നമ്മുടെ സാധാരണ ജീവിതം നമുക്ക് കുറച്ച് റൊമാൻറ്റിക് ഒക്കെ ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്താലുണ്ടല്ലോ അടിപൊളിയായിരിക്കും. നമ്മൾ ഈ സിനിമ കാണുന്ന സമയത്ത് സിനിമയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്, കാമുകന്മാർ പ്രണയിക്കുന്ന സമയത്ത് പാട്ടുണ്ട്, ഡാൻസ് ഒക്കെ കളിച്ച് പോകുന്നുണ്ട്. എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ അത് പറ്റിക്കൂടാ? സിനിമയിൽ ഇഷ്ടം പോലെ പാട്ടുകൾ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കേൾക്കാനും ആസ്വദിക്കാനും വേണ്ടിയിട്ടല്ലേ നമ്മൾ ഡെയിലി ചെയ്യുന്ന ജോലികൾക്കിടെ ഇടയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ഈ പാട്ടൊക്കെ അവിടെ കിടന്ന് പ്ലേ ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പണിയുടെ ആ ഒരു ഹാർഡൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ഭയങ്കര അടിപൊളിയാണ്. പാട്ടൊക്കെ കേട്ടിട്ട് പണിയെടുക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. സിനിമയിൽ മാത്രമല്ലെന്നേ, നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് ഇതേപോലെ അവർ തന്നിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് നമുക്ക് അടിപൊളിയാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ കുറേ ആൾക്കാർ തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് സംഭവം അടിപൊളിയാക്കില്ലേ? അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്ന് റൊമാൻറ്റിക് ഒരു സൈഡിൽ കാണുന്നതാണ്. ഇവിടെ സീരിയസ്ലി എനിക്ക് ഈ തിരി കത്തിക്കാൻ പേടിയാണ് കേട്ടോ, ഈ ഫയർ അലാം ഉള്ളത് കൊണ്ട്. പക്ഷേ കത്തിച്ച് നോക്കണം, ഇനി അതിൻ്റെ പുകയൊക്കെ വന്നിട്ട് ഫയർ അലാം അടിക്കുമെന്നുള്ള ടെൻഷനാണ് ഇവിടെ. അങ്ങനെയാണ്. പിന്നെ നമ്മൾ എന്താ പറയുക, നമ്മുടെ പണ്ടൊക്കെ വീട്ടിൽ അമ്മമാർക്കുള്ളൊരു പ്രശ്നമായിരുന്നു, നമ്മൾ നല്ല നല്ല പാത്രങ്ങൾ, നല്ല നല്ല കപ്പുകളൊക്കെ ആരെങ്കിലും വരുമ്പോൾ കൊടുക്കാൻ വേണ്ടി മാത്രം അങ്ങ് മാറ്റി വെക്കും. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും നമ്മൾ ചായ കുടിക്കുന്നതും ചളുക്കും പിളുക്കും സംഭവിച്ചിട്ടുള്ള പാത്രങ്ങളിലൊക്കെ ആയിരിക്കും. അതൊക്കെ അങ്ങോട്ട് മാറ്റുക. ഡെയിലി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഡെയിലി കുടിക്കുന്ന ചായ കപ്പിൽ നിന്ന് നമ്മളൊരു പുതിയ കപ്പ് മേടിച്ചിട്ട് അതിൽ ചായ കുടിക്കുന്ന ദിവസം നമ്മൾക്ക് ഭയങ്കര അടിപൊളിയായിരിക്കില്ലേ? സെയിം ചോറ് കഴിക്കുന്ന പാത്രത്തിൽ നിന്നും ഒന്ന് മാറ്റിയിട്ട് പുതിയൊരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കുമ്പോഴും അടിപൊളിയല്ലേ? പക്ഷെ ചില ആൾക്കാർക്ക് കണ്ടിട്ടാ, എനിക്കൊരു കപ്പ്, എനിക്കൊരു പാത്രം, ലൈഫ് ലോങ് ഞാൻ ആ ഒരു സാധനത്തിൽ മാത്രമേ ഭക്ഷണം കഴിക്കൂ. അങ്ങനെയുള്ളവർ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പക്ഷേ ലൈഫ് ഒന്ന് അടിപൊളിയാക്കണം, ഇടയ്ക്കൊരു ചെറിയ സന്തോഷങ്ങളൊക്കെ വേണം എന്നുള്ളവർ ഒരു പുതിയ പാത്രം, ഒരു പുതിയ കപ്പിലൊക്കെ വാങ്ങിച്ച് ഇടയ്ക്കിടയ്ക്ക് മാറ്റി മറിച്ചൊക്കെ ഒന്ന് കുടിച്ചു നോക്ക്, അടിപൊളിയാണ്. പിന്നെ നമ്മൾക്ക് ചുറ്റും സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കുക. ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ ഹോം ഡെക്കറൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട് കേട്ടോ, എനിക്കിഷ്ടമാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇത് നമ്മളുടെ സ്വന്തം അല്ലാത്തത് കൊണ്ട് ഇവിടെ ചെയ്യുന്നതിനൊരു പരിധിയൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കിത് കണ്ട് മടുത്തു. വീഡിയോയിലും നിങ്ങൾക്ക് കണ്ട് മടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനുണ്ടല്ലോ ഓരോന്നിങ്ങനെ ചെറിയതായിട്ട് മേടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഫ്രൂട്ട് ബാസ്ക്കറ്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. പിന്നെ കുറച്ച് വാൾപേപ്പേഴ്സൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഓൺ ദ വേ ആണ്. വിചാരിച്ചതിലും കൂടുതൽ സമയം അതെൻ്റെ കയ്യിലെത്താൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ബൾക്കായിട്ട് ഒറ്റ ഒരു പർച്ചേസിങ്ങിൽ ഒരു ഹ്യൂജ് മേക്ക് ഓവർ എന്നുള്ളൊരു സെറ്റപ്പ് ഒന്നും എനിക്ക് പറ്റില്ല. ഓരോ മാസം ചെറിയ പൈസയ്ക്ക് ഓരോന്ന് മേടിച്ച് മാറ്റാൻ എനിക്ക് പറ്റത്തുള്ളൂ. സോ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുമായിരിക്കും. എനിക്കും ഇത് കണ്ട് മടുത്തു. അതുകൊണ്ട് ഇങ്ങനെ വരുത്താൻ ഞാൻ ഫുൾ വെള്ളിയാണല്ലോ, മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നാട്ടിലായിരുന്ന സമയത്ത് ഞാൻ എൻ്റെ ബെഡ്റൂമിൻ്റെ നമ്മുടെ കട്ടിലില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പൊസിഷൻ മാറ്റും. കാരണം ഈ പറഞ്ഞ പോലെ സെയിം ഒരേ പൊസിഷനിൽ ഇട്ട് കഴിയുമ്പോൾ എനിക്ക് മടുക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അപ്പനെ വിളിച്ചിട്ട്, അപ്പൻ ഇടയ്ക്ക് അതിന് ചീത്ത പറയും, എന്നാലും വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചൊക്കെ ഇടാറുണ്ട്. അങ്ങനെ മാറ്റി മറിച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ നല്ല രസമായിരിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെയും ബോറടിക്കുമ്പോൾ ഞാൻ എന്നിട്ട് പൊസിഷൻ മാറ്റും.
പിന്നെ നമ്മളെപ്പോഴും ഉണ്ടല്ലോ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സംഗതി നമ്മുടെ കൂടെ കൊണ്ട് നടക്കുക. നമ്മൾക്ക് ജീവിതത്തിൽ ഒരുപാട് സന്തോഷവും നമ്മൾക്കുള്ള സംഗതികളും എൻജോയ് ചെയ്താലാണ് നമ്മൾക്ക് ഈ മടുപ്പൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുക. നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓക്കെ ഒരു സാധനം നമ്മൾ ആവശ്യപ്പെട്ടു, നമ്മൾക്കത് കിട്ടിക്കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അതിന് ഒരു തവണയാണ് മിക്കപ്പോഴും നന്ദി പറയാറുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉടനെ തന്നെ അടുത്ത ലിസ്റ്റായിട്ട് പുള്ളിയുടെ അടുത്തോട്ടേക്ക് ചെല്ലാറുണ്ട്. പക്ഷെ നമ്മളുണ്ടല്ലോ ഓക്കെ നമുക്ക് വേണ്ടത് നമ്മൾ ചോദിക്കുക, അതിൻ്റെ കൂടെ ഇതുവരെ നമുക്ക് തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും പിന്നെയും 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 നിങ്ങൾ നന്ദി പറഞ്ഞു നോക്കി. അപ്പം നമുക്ക് ഉള്ള ഒരുപാട് നല്ല നല്ല അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ഓർമ്മ വരും. ആ ഓർമ്മപ്പെടുത്തൽ എന്ന് പറയുന്നത് നമ്മളുടെ ഈ കൊച്ചു ജീവിതം കുറച്ചും കൂടി നമ്മൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഗതിയാണ് കേട്ടോ. പിന്നെ സെൽഫ് കെയർ, അതിനെപ്പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല, പറഞ്ഞു മടുത്തു. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. പിന്നെ ഒരു റുട്ടീൻ ക്രിയേറ്റ് ചെയ്യുക. ഒരുപാട് പേർക്ക് ടു ഡു ലിസ്റ്റിനോട് വലിയ താല്പര്യമില്ല. ഞാനില്ലേ സുജ ആർ മോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈഫ് കോച്ച് ഉണ്ട്. ആളുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ട് കേട്ടോ. ആളുടെ വീഡിയോസ് കണ്ടിട്ടാണ് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു കമ്പൽസറി ആക്കി ഞാൻ മാറ്റിയിട്ടുള്ളത്. എനിക്ക് നല്ല ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട്. കാരണം ടു ഡു ലിസ്റ്റ് എഴുതാത്ത ദിവസങ്ങളുണ്ടല്ലോ, ലിറ്ററലി ഞാൻ ഒന്നും ചെയ്യാതിരിക്കുകയാണ്. അത് എൻ്റെ ശരീരത്തിന് എനിക്ക് റെസ്റ്റ് വേണമെന്നുള്ളത് കൊണ്ടല്ല, നല്ല പച്ച മലയാളത്തിൽ പറഞ്ഞ് മടി പിടിച്ചിട്ട്. പക്ഷെ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ടു ഡു ലിസ്റ്റ് എഴുതി കഴിയുമ്പോൾ ഉണ്ടല്ലോ, ആ ദിവസം ഓരോ സംഗതികളായിട്ട് ഞാൻ ചെയ്യും. ഫസ്റ്റത്തെ കാര്യം ഫിനിഷ് ചെയ്ത് ടിക്ക് ഇട്ടു, അടുത്തത് ചെയ്യുന്നു. അപ്പം നമ്മൾക്ക് എന്താ പറയുക, ഭയങ്കര ഒരു പ്രത്യേക രസമാണത്. രാത്രി കഴിയുമ്പോൾ അത് നോക്കിയിട്ട് എല്ലാം ഫിനിഷ് ചെയ്തു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അടിപൊളിയാണ്. ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന പോലെ നെക്സ്റ്റ് ഡേയിലോട്ടേക്ക് ഞാനത് മാറ്റി എഴുതും. സോ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 വീക്ക് ഒരു ടു ഡു ലിസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അതനുസരിച്ച് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്ക്. അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയസ്ലി അടിപൊളിയാണ്. പിന്നെ നമ്മൾക്ക് ലൈഫിൽ ഒരു മടുപ്പൊക്കെ മാറ്റാൻ വേണ്ടി ചെയ്യേണ്ടത്, നമ്മൾക്ക് ഓക്കെ നമ്മളൊന്ന് ലൈഫിൽ നമ്മൾ ജീവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ലൈഫിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയമെങ്കിലും നമ്മളുടെ ഇഷ്ടങ്ങൾക്കും നമ്മുടെ ഹോബീസിൻ്റെയും പിറകെ ഒന്ന് പോവാം. എല്ലാവരും ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു റഷായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഹരിബറി ലൈഫാണ്. അതുകൊണ്ട് അവർ റെസ്പോൺസിബിലിറ്റീസ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ തന്നെ ഈ റെസ്പോൺസിബിലിറ്റീസിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ മടുപ്പ് എന്ന് പറയുന്ന സംഗതി വരുന്നത്. സോ അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റെങ്കിലും അവനവൻ്റെ ഹോബി, അവനവൻ്റെ ഇഷ്ടം അതിനു വേണ്ടി മാറ്റിവെക്കുക. പിന്നെയില്ലേ, നമ്മളെപ്പോഴും വലിയ ആഘോഷങ്ങൾ അല്ലെങ്കിൽ വലിയ നമ്മളുടെ ജയങ്ങൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നോക്കാതെ നമ്മുടെ ലൈഫിലുള്ള കുഞ്ഞി ജയങ്ങൾ, ഒരു ദിവസം ഉണ്ടാക്കുന്ന നല്ല കറി ആയിക്കോട്ടെ, അടിപൊളിയായിട്ടുള്ള ചായ ആയിക്കോട്ടെ, അതൊക്കെ എൻജോയ് ചെയ്യുക. ഇപ്പോൾ ഒരു യൂട്യൂബർ ആയിട്ടുള്ള ഒരാളുടെ ഒരു വലിയ സ്വപ്നം എന്ന് പറയുന്നത് പ്ലേ ബട്ടൺ കിട്ടുക എന്നുള്ളതാണ്, 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആവുക എന്നുള്ളതാണ്. പക്ഷേ ഓക്കെ, എൻ്റെ കയ്യിൽ പ്ലേ ബട്ടൺ കിട്ടിയിട്ട് എനിക്ക് സന്തോഷിക്കാം എന്ന് പറയുന്നതിന് പകരം ഓരോ ദിവസം ഓരോ വീഡിയോസ് ഇടുമ്പം അറ്റ്ലീസ്റ്റ് ഒരു സബ്സ്ക്രൈബറെങ്കിലും കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സബ്സ്ക്രൈബർ കൂടിയതിൽ ഓർത്ത് നമ്മൾ സന്തോഷിക്കുക. കാരണം ഓരോ ദിവസം കൂടുന്ന ഓരോ സബ്സ്ക്രൈബേഴ്സാണ് കൂടി ലാസ്റ്റ് 1,00,000 സബ്സ്ക്രൈബേഴ്സായിട്ട് മാറുന്നത് അല്ലേ. അപ്പോൾ ലൈഫിലുള്ള കുഞ്ഞു വിജയങ്ങൾ നമ്മൾ ആഘോഷിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മടുപ്പൊക്കെ മാറ്റി നമ്മുടെ ഈ ലൈഫ് ഒന്ന് കുറച്ച് സെലിബ്രേഷൻ മോഡിലോട്ടേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റില്ലേ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ലൈഫിൽ മാറ്റങ്ങൾ വരുത്തി നോക്കുക. എന്ന് എഴുതിയിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെയൊന്നുമല്ല, ഇടയ്ക്ക് സങ്കടപ്പെട്ടിരിക്കും, ഒന്നും ചെയ്യാതിരിക്കും. കാരണം ഞാനും ഒരു മനുഷ്യയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.